പരിഹാരമില്ലാതെ വഖഫ്, സമാധാനത്തിന് പകരം ഭൂമി നൽകില്ലെന്ന് സമസ്ത. ലൈവ് അറ്റ് 6 തുടങ്ങുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മുനമ്പം ഭൂമി വഖഫിന്റെ തന്നെയെന്ന് സമസ്ത, മുഖപത്രത്തിൽ ലേഖനം. ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രസംഗം. എല്ലാ പാർട്ടികൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെയും അതുപോലെ സമസ്തയ്ക്കും അതിന്റെ കാഴ്ചപ്പാടുണ്ട്. അത് വഖഫ് ഭൂമിയാണ്. നടപ്പില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ്. പ്രകോപനങ്ങൾ സമാധാനം തകർക്കുമെന്ന് എം വി ഗോവിന്ദൻ. വയനാട്ടിലെ ഉരുൾപൊട്ടൽ കേന്ദ്രത്തിന്റെ ഒളിച്ചുകളി തുടരുന്നു. തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഹൈക്കോടതിയിൽ നിലപാട്. 2 ആഴ്ചയ്ക്കകം തീരുമാനം വേണമെന്ന് കോടതി. കേരളത്തോടുള്ള വെല്ലുവിളിയെന്ന് റവന്യൂ മന്ത്രി. സഹായം ചോദിച്ചത് ബിജെപിയോടല്ല എന്ന് പ്രതിപക്ഷ നേതാവ്. ആന എഴുന്നള്ളിപ്പ് മാർഗരേഖയ്ക്കെതിരെ തിരുവമ്പാടി ദേവസ്വം. നടപ്പാക്കിയാൽ പാടത്ത് പൂരം നടത്തേണ്ടി വരും. റിവ്യൂ പെറ്റീഷൻ നൽകും. എല്ലാവരുമായി ചർച്ച നടത്തുമെന്ന് വി എൻ വാസവൻ. ശരണപാത ഉണർന്നു. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല നട തുറന്നു. നിയുക്ത മേൽശാന്തിമാർ ചുമതലയേറ്റു. സന്നിധാനത്തേക്ക് ഭക്തരുടെ ഒഴുക്ക്. കൽപ്പാത്തിയിൽ ദേവരഥ പ്രയാണം. ചടങ്ങിന് സാക്ഷിയാകാൻ ആയിരങ്ങൾ. ആത്മകഥാ വിവാദത്തിൽ ഇപിയെ പിന്തുണച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. വിശദീകരണം ചോദിക്കലോ അന്വേഷണമോ വേണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി. നിലപാട് വിശദീകരിക്കാൻ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്ത EP. പാലക്കാട് ഇരട്ട വോട്ട് വിവാദം കത്തുന്നു. വോട്ടർ പട്ടിക വീണ്ടും പ്രസിദ്ധീകരിക്കണമെന്ന് CPM. ഇരട്ട വോട്ട് കണ്ടെത്താൻ പരിശോധന തുടങ്ങി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ CPM ഉപകരണമായി മാറ്റുന്നുവെന്ന് BJP. പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി 3 ദിവസം. ആദ്യം മുനമ്പം വിഷയത്തിലേക്ക് തന്നെ. മുനമ്പത്ത് മുസ്ലിം ലീഗിനെ വെട്ടിലാക്കി സമസ്ത. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്ന് സമസ്ത മുഖപത്രമായ സുപ്രഭാതം ലേഖനവും പ്രസിദ്ധീകരിച്ചു. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭൂമി നിലവിലെ ഉടമകൾക്ക് നൽകണമെന്നത് ആശങ്കയുണ്ടാക്കുന്നതായും മുസ്തഫ മുണ്ടുപാറ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയെന്ന് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കവും വ്യക്തമാക്കിയിരുന്നു. പ്രശ്നമായി നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ മുനമ്പത്ത്, ചെറായി വഖഫ് 1950 അതായത് സ്ഥാപനം ഉണ്ടാക്കി 2ാമത്തെ കൊല്ലാണ് ഉണ്ടാക്കുന്ന വഖഫ് ചെയ്യുന്നത്. എവിടെ? മുനമ്പത്തെ വഖഫ്. സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന ഒരാളാണ് അത് വഖഫാക്കുന്നത്. സിദ്ദീഖ് സേട്ട്. ഇത് സാന്ദർഭികമായി പറയാണ്. അവിടെ ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. രാഷ്ട്രീയക്കാർക്ക് അതിന് വേറൊരു കാഴ്ചപ്പാടുണ്ടാവും. എല്ലാ പാർട്ടികൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെയും അതുപോലെ സമസ്തയ്ക്കും അതിൻ്റെ കാഴ്ചപ്പാടുണ്ട്. അത് വഖഫ് ഭൂമിയാണ്. 440 ഏക്കർ, 440 ഏക്കർ, 404 ഏക്കർ .76 ഇതാണ് വഖഫ് ഭൂമി. സേട്ട് വഖഫാക്കിയതാണ്. വിഷയത്തിൽ 2 അഭിപ്രായമുണ്ടോ സമസ്തയിൽ? ഏതായാലും ഉമർ ഫൈസി മുക്കത്തെ തള്ളുകയാണ് സമസ്ത നേതാവ് അബ്ദുസമദ് പൂക്കൂട്ടൂർ. മുനമ്പം വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടത് സമസ്ത നേതൃത്വമാണ്. ഉമർ ഫൈസി വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ആരെങ്കിലും പൊതുയോഗത്തിലോ മറ്റോ പറയുന്നത് സമസ്തയുടെ നിലപാടായി കാണാനാവില്ല. ഉമർ ഫൈസി മുക്കം പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ്. വില കൊടുത്ത് ഭൂമി വാങ്ങിയവരെ തെരുവിലിറക്കാൻ പാടില്ലെന്നും അബ്ദുസമദ് പൂക്കൂട്ടൂർ പറഞ്ഞു. സമസ്തയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയോ അഭിപ്രായം പറയേണ്ട ഒരു വിഷയമല്ല വഖഫ് എന്ന് പറയുന്നത്. ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്ന് പറയേണ്ടത് അതിന്റെ ഡോക്യുമെന്റാണ്. മുനമ്പം വിഷയത്തിൽ ദയവ് ചെയ്ത് ഇത് വർഗീയമാക്കരുത്, വിഭാഗീയത ഇതുകൊണ്ട് ഉണ്ടാക്കരുത്. അന്നത്തെ ഫാറൂഖ് കോളേജ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ ഖാൻ ബഹദൂർ കെ ഉണ്ണിക്കമ്മു സാഹിബിന് സിദ്ദീഖ് സേട്ട്
എഴുതി കൊടുത്ത വഖഫ് ആധാരം ഇതാ കാണുന്നത്. രജിസ്റ്റർ ഓഫീസിൽ ഇത് സാധാരണ ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് വഖഫാണോ അല്ലയോ മറ്റെന്തെങ്കിലും ആണോ എന്ന് കാണിക്കും. ഇത് വഖഫായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറയാൻ ഒരാശങ്കയും വേണ്ട. സമസ്തയുടെ നിലപാട് പറയേണ്ടത് സമസ്തയുടെ മുഷാവറയാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി പോലുള്ള ഉയർന്ന നേതാക്കളാണ്. ഏതെങ്കിലും പ്രഭാഷണത്തിലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സമസ്തയുടെ ആളുകളല്ല അത് പറയേണ്ടത്. എന്തായാലും കുടികിടപ്പ് അവകാശം കിട്ടിയ ആളുകളോ വില കൊടുത്ത് വാങ്ങിയ ആളുകളോ അവിടുന്ന് തെരുവിലിറക്കപ്പെടാൻ പാടില്ല. അവർക്ക് അവരെ അവകാശം സ്ഥാപിച്ചു കൊടുക്കണം. ഏതായാലും ലേഖനത്തിനും ഉമർ ഫൈസിയുടെ പരാമർശത്തിനും മറുപടിയുമായി കത്തോലിക്ക കോൺഗ്രസ് രംഗത്ത് വന്നു. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ഫാദർ ഫിലിപ്പ് കവിയിൽ വ്യക്തമാക്കി. മുനമ്പത്തെ ഭൂമി അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടേതാണ്. സമസ്തയുടെ നിലപാട് മുസ്ലിം സമുദായത്തിന്റെ നിലപാടായി കാണാൻ കഴിയില്ല. മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടരുത് എന്നത് വർഗീയ ചിന്താഗതിയുള്ളവരുടെ അജണ്ടയാണ്. സർക്കാരിന്റെ അനുനയ നീക്കങ്ങളെ പ്രതീക്ഷയോടെ കാണുന്നുവെന്നും സർക്കാർ ഇടപെടൽ വൈകിയെന്ന ആക്ഷേപമുണ്ടെന്നും ഫാദർ ഫിലിപ്പ് കവിയിൽ ന്യൂസ് 18നോട് പ്രതികരിച്ചു. മുസ്ലിം സമുദായത്തിന്റെ മൊത്തം വികാര പ്രകടനമാണെന്ന് നമ്മൾക്ക് വിലയിരുത്താൻ സാധിക്കുകയില്ല. സമസ്തയുടെ ആളുകൾ പറഞ്ഞത് അതിൽ തന്നെ ഏതോ 1-2 ആളുകളുടെ അഭിപ്രായമാണ്. അതിനെ പൊതുവായിട്ട് എടുക്കേണ്ട കാര്യത്തിൽ തട്ടിക്കൂട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കാതെ ശാശ്വതമായ പ്രശ്നപരിഹാരം ഉണ്ടാക്കണം. ശാശ്വതമായ പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് ആ സ്ഥലം കരമടയ്ക്കുന്ന ആ റവന്യൂ ഭൂമിയിൽ അവർക്ക് റവന്യൂ അധികാരം കിട്ടണമെന്നുള്ളതാണ്. അത് അവരുടേതാണെന്നുള്ളതാണ്. അതുകൊണ്ട് ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്ന മുനമ്പം ഭൂ സംരക്ഷണ സമിതി പറയുന്നത് പോലെ ആ ജനത്തിന്റെയാണ് ആ സ്ഥലം, അത് അംഗീകരിച്ചേ മതിയാവുള്ളൂ. അതിന് വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ കാണുന്നു. കാരണം നമ്മളൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെങ്കിൽ സർക്കാർ വിചാരിച്ചാലേ സാധിക്കുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ആവശ്യം അത് തന്നെയാണ്. സർക്കാർ മുന്നിട്ടിറങ്ങി ഇതിന് ശാശ്വതമായി പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ആ ആവശ്യത്തോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോസിറ്റീവായിട്ട് പ്രതികരിച്ചിരിക്കും. അല്പം കൂടെ നേരത്തെ ആകാമായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. സുപ്രഭാതത്തിലെ ലേഖനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും തള്ളി. പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്നാണ് മുസ്ലിം സംഘടനകളുടെ നിലപാട്. സർക്കാർ തീരുമാനത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതായും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുനമ്പം വിഷയം ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കുമെന്ന് MV ഗോവിന്ദൻ. പ്രകോപനപരമായ നിലപാട് നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കും. വിഷയം സമാധാനപരമായി ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മുനമ്പത്ത് VD സതീശൻ ബാർ റിസോർട്ട് മാഫിയയുടെ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് INLന്റെ ആരോപണം. മുനമ്പത്ത് ഭൂമി വഖഫ് ഭൂമിയായാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിരലിലെണ്ണാവുന്ന മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് മുനമ്പത്തുള്ളത്. മറ്റുള്ളതെല്ലാം ബാറും റിസോർട്ടുകളുമാണ്. ഫാറൂഖ് കോളേജ് അധികൃതർ അഡ്വക്കേറ്റ് MV പോളിന് നൽകിയ പവർ ഓഫ് അറ്റോർണിയുടെ മറവിൽ വഖഫ് ഭൂമി ഇഷ്ടക്കാർക്ക് MV പോൾ അനധികൃതമായി രജിസ്റ്റർ ചെയ്തു കൊടുത്തു. മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കേണ്ടതില്ലെന്നും INL നേതാവ് NK അബ്ദുൾ അസീസ് കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി. ഈ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് നിർദ്ദേശം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം കേരളത്തെ അറിയിച്ചിരുന്നു. നിലവിലെ മാനദണ്ഡങ്ങൾ ഇത് അനുവദിക്കുന്നില്ലെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് വ്യക്തമാക്കിയത്. ഡൽഹിയിൽ കേരളത്തിന്റെ സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി KV തോമസിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വയനാട്ടിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ആവശ്യത്തിന് ദുരന്ത നിവാരണ ഫണ്ടുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ കത്തിൽ പറയുന്നത്. അതേസമയം അതിതീവ്ര ദുരന്തമാണോ എന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ഉന്നതതല സമിതി യോഗം ചേർന്നിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. അതുകൊണ്ടാണ് അന്തിമ തീരുമാനമെടുക്കാൻ വൈകുന്നതെന്ന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി. കേന്ദ്രം തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കണമെന്ന് അമിക്കസ് ക്യൂറി രഞ്ജിത്ത് തമ്പാൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. 2 ആഴ്ചയ്ക്കകം അന്തിമ തീരുമാനമുണ്ടാകണമെന്ന് കോടതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകി. കേസ് വീണ്ടും അടുത്ത വെള്ളിയാഴ്ച പരിഗണിക്കും. അതേസമയം വ്യക്തികൾക്ക് നൽകുന്ന സഹായം 1 മാസത്തേക്ക് കൂടി നീട്ടിയെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കേന്ദ്ര നിലപാട് കേരളത്തോടുള്ള വെല്ലുവിളിയാണെന്ന് മന്ത്രി കെ രാജന്റെ പ്രതികരണം.
L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തിൽ കേന്ദ്രം ഒന്നും പറഞ്ഞില്ല. കേരളം കൊടുത്ത മെമ്മോറാണ്ടത്തിൽ പിശകുണ്ടെന്നായിരുന്നു വയനാട് തെരഞ്ഞെടുപ്പിലടക്കം പ്രചരിച്ചിരുന്നത്. ഇത് തെറ്റാണെന്ന് കേന്ദ്രമന്ത്രിയുടെ കത്ത് തെളിയിക്കുന്നു. കേന്ദ്രത്തിന്റെ നിലപാട് യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്നതല്ല. മുൻകൂറായി തന്ന തുകയും നീക്കിയിരിപ്പുണ്ട് എന്ന് പറയുന്നതും മറ്റു ദുരന്തങ്ങൾക്കായി ഉപയോഗിക്കേണ്ടതാണെന്നും കെ രാജൻ പറഞ്ഞു. കേന്ദ്രം കേരളത്തെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് മന്ത്രി MP രാജേഷ്. ഇത് കേരളം പൊറുക്കില്ല. വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയാൻ കേന്ദ്രം കാത്തിരിക്കുകയായിരുന്നു. ഇതിൽ തിരിച്ചടി കൊടുക്കാനുള്ള അവസരം പാലക്കാട്ടെ വോട്ടർമാർക്കുണ്ട്. അവർ അത് നൽകുമെന്നും MP രാജേഷ് പറഞ്ഞു. വയനാടിനുള്ള കേന്ദ്ര അവഗണന ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും. മനഃപൂർവ്വമായ അവഗണനയാണ് ഇത്. പാർലമെന്റിൽ UDF MPമാർ പ്രതിഷേധിക്കും. കേന്ദ്രത്തിനെതിരെ സമരത്തിൽ CPM-നെ കൂട്ടുപിടിക്കില്ല. കാരണം CPM എപ്പോൾ വേണമെങ്കിലും BJP-യുമായി ധാരണയിലാകുമെന്നും VD സതീശൻ പരിഹസിച്ചു. കേന്ദ്ര നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്ന് MV ഗോവിന്ദൻ. വയനാട് ദുരന്തമുണ്ടായി 3 മാസം കഴിഞ്ഞിട്ടും ഒരു സഹായവും ലഭിച്ചില്ല. പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചിട്ടും കാര്യമുണ്ടായില്ല. കേന്ദ്രത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ UDF തയ്യാറാകുന്നില്ലെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. എന്നാൽ വയനാട് പുനരധിവാസ പാക്കേജിന് തുരങ്കം വെച്ചത് സംസ്ഥാന സർക്കാരാണെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പ്രതികരണം. സംസ്ഥാന സർക്കാരിന്റെ അലംഭാവത്തെ കുറ്റകരമായ മൗനത്തിലൂടെ പ്രതിപക്ഷം സഹായിക്കുകയാണ്. 2013-ൽ UPA സർക്കാരാണ് ദേശീയ ദുരന്തം എന്ന പദം എടുത്തു കളഞ്ഞത്. അതിന്റെ പേരിൽ VD സതീശനും സംഘവും മോദി സർക്കാരിനെ വിമർശിച്ചിട്ട് കാര്യമില്ല. ദുരന്തത്തിന്റെ വ്യാപ്തി അനുസരിച്ചുള്ള സഹായം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രിമാർ വ്യക്തമാക്കിയതാണ്. എന്നാൽ രാഷ്ട്രീയ ലാഭം ലക്ഷ്യമിട്ടാണ് LDF-ഉം UDF-ഉം ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നും K സുരേന്ദ്രൻ ആരോപിച്ചു. ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗരേഖയ്ക്കെതിരെ തിരുവമ്പാടി ദേവസ്വം. മാർഗരേഖ അനുസരിച്ചാൽ പാടത്ത് മാത്രമേ തൃശൂർ പൂരം നടത്താനാവൂ. മാർഗനിർദ്ദേശത്തിനെതിരെ റിവ്യൂ പെറ്റീഷൻ നൽകുമെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ പറഞ്ഞു. മടത്തിൽ വരവ് നടത്തുന്ന ഇടത്തെ റോഡിന്റെ വീതി 6 മീറ്റർ മാത്രമാണ്. 2 ആനകൾക്കിടയിൽ 3 മീറ്റർ ദൂരം വേണമെന്ന നിർദ്ദേശം പാലിക്കണമെങ്കിൽ പൂരം നടത്തിപ്പ് പാടത്തേക്ക് മാറ്റേണ്ടി വരും. 15 ആനകൾക്കിടയിലെ ദൂരം 45 മീറ്റർ ആകുമെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ പറഞ്ഞു. ആനകളുടെ അടുത്തു നിന്ന് 8 മീറ്റർ ദൂരമെന്നത് പൂരത്തിന്റെ എല്ലാ ചടങ്ങുകളെയും ബാധിക്കും. ആനയുടെ മുൻപിൽ നിന്നാണോ പിറകിൽ നിന്നാണോ 8 മീറ്റർ പാലിക്കേണ്ടത് എന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നുമില്ല. ചുറ്റും 8 മീറ്റർ മാറി നിൽക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും പാടത്തേക്ക് പൂരം മാറ്റേണ്ടി വരും. ആകെ റോഡിന് വീതിയുള്ളത് 6 മീറ്ററാണ്. അതിൽ 3 ആനയും മറ്റ് ജനങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് 8 മീറ്റർ. ഇതിലൊരു വ്യക്തത തോന്നുന്നില്ല. ആനയിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണോ 8 മീറ്റർ, അല്ലെങ്കിൽ ആനയുടെ ചുറ്റും 8 മീറ്റർ വേണോ എന്നുള്ളത് അതൊന്ന് വ്യക്തമാക്കണം. ആ ചുറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ കഴിഞ്ഞു. പിന്നെ ഈ മണത്തിൽ വരവും തൃശ്ശൂർ പൂരത്തിന്റെ ഒരു പൂരവും നടത്താൻ പറ്റില്ല. ഒരു ആന പ്രതിവർഷം ശരാശരി 85 പൂരം വരെയാണ് എടുക്കാറുള്ളത്. ബാക്കി ദിവസങ്ങൾ വിശ്രമമാണെന്നിരിക്കെ 24 മണിക്കൂർ വിശ്രമം വേണമെന്നത് അപ്രായോഗികമാണെന്നും K ഗിരീഷ് കുമാർ പറഞ്ഞു. ഇത് ആനകളുടെ ചെലവ് പോലും കണ്ടെത്താൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. ഈ ഒരു വർഷത്തിൽ 85 പൂരം എടുക്കുന്ന ഒരു ആന ബാക്കിയുള്ള ദിവസങ്ങൾ, ബാക്കി 200 ചില ദിവസങ്ങളും അവർ നഷ്ടമാണ്. അതൊരു ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമായി തോന്നുന്നത്. ഒരിക്കലും തെക്കോട്ടിറക്കുന്നല്ല ഒരു പൂരം നടത്താൻ പറ്റില്ല. എലിഞ്ഞിത്തറ വേണം നടത്താൻ പറ്റില്ല, തെക്കോട്ടിറക്കം നടത്താൻ പറ്റില്ല. കുടമാറ്റ സമയത്ത് 15 ആനകൾ വീതമാണ് തെക്കേ ഗോപുരനടയിലും മറുവശത്തുമായി നിൽക്കുക. ആനകൾക്കിടയിൽ 3 മീറ്റർ പരിധി വന്നാൽ ഇത് നടക്കില്ല. സമാന അഭിപ്രായമാണ് പാറമേക്കാവിനും. പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കുന്നത് തന്നെ ആനകളിൽ നിന്നാണെന്നാണ് പാറമേക്കാവ് ദേവസ്വം നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയത്. അതേസമയം ആചാരങ്ങളിൽ ആനയെ ഉപയോഗിക്കണമെന്നത് തന്ത്രവിധിയല്ലെന്ന് കൊച്ചി ദേവസ്വം ബോർഡിലെ തന്ത്രിമാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. എഴുന്നള്ളിപ്പിന്റെ സമയത്ത് ആനകളെ അനുസരിപ്പിക്കാനായി പാപ്പാന്മാർ ചെയ്യുന്ന ദേഹോപദ്രവങ്ങൾ ഉൾപ്പെടെ ചർച്ചയായ സാഹചര്യത്തിലാണ് സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശ രേഖ പുറത്തിറക്കിയത്. ന്യൂസ് 18 കൊച്ചി. ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയിൽ സർക്കാർ നിലപാട് ഉത്തരവ് പഠിച്ച ശേഷമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ബന്ധപ്പെട്ടവരുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു.
തൃശൂർ പൂരം കലക്കൽ അന്വേഷണത്തിൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ മൊഴി ഇന്ന് വീണ്ടും രേഖപ്പെടുത്തി. ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി രണ്ടാമത്തെ സംഘമാണ് ഇന്ന് മൊഴി രേഖപ്പെടുത്തിയത്. ലോ ആൻഡ് ഓർഡർ വീഴ്ച പരിശോധിക്കുന്ന സംഘം ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി ശശിധരൻ എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. നേരത്തെ ഒരു തവണ ഭാരവാഹികളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആത്മകഥാ വിവാദത്തിൽ ഇപിയെ പിന്തുണച്ച് എം വി ഗോവിന്ദൻ. ഇപിയുടെ ആത്മകഥയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർട്ടിയെ ബാധിച്ചിട്ടില്ല. ഇപി തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇല്ലാത്ത കാര്യം അവതരിപ്പിച്ചു എന്ന് തന്നെയാണ് പാർട്ടി മനസ്സിലാക്കിയത്. സർക്കാർ തലത്തിൽ വേണ്ട അന്വേഷണം നടത്തും. പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇപിയോട് വിശദീകരണം ചോദിക്കേണ്ടതില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട ഇപിയുടെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയെന്ന് കോട്ടയം SP ഷാഹുൽ ഹമീദ്. DC ബുക്സിൽ നിന്നും വിവരങ്ങൾ തേടും. ആവശ്യമെങ്കിൽ ഇപിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നും ഷാഹുൽ ഹമീദ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപിയുടെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്സ് കള്ളത്തരം ചെയ്യുന്നവരല്ല എന്ന് കെ മുരളീധരന്റെ പ്രതികരണം. പുസ്തകം എഴുതി എന്നുള്ളത് വാസ്തവമാണ്. പാർട്ടിയുമായി പിണങ്ങിയ കാലത്ത് EP ജയരാജൻ എഴുതിയതാണ്. പിന്നീടാണ് ഡൽഹിയിൽ വെച്ച് ഒത്തുതീർപ്പുണ്ടായത്. ഇനി എന്ത് സർക്കസ് കളിച്ചാലും അത് കള്ളമാകില്ലെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. EP ജയരാജനെ CPM ഇഞ്ചിഞ്ചായി കൊല്ലുകയാണെന്ന് ചെറിയാൻ ഫിലിപ്പ്. CPMന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായ EPയെ പാർട്ടി തുടർച്ചയായി അവഗണിക്കുന്നു. മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ ഏപ്രിലിൽ പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കും. പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ജയരാജൻ ആത്മദുഃഖം ജീവിത സായാഹ്നത്തിൽ ആത്മകഥയിൽ പ്രകടിപ്പിച്ചാൽ അതൊരു തെറ്റായി കാണാൻ ആർക്കും കഴിയില്ല. പക്ഷേ CPM ഇപ്പോൾ ജയരാജനെ നക്കിയും ഞെക്കിയും കൊല്ലാനാണ് ശ്രമിക്കുന്നതെന്നും ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഇനി പാലക്കാട്ടെ പോരാട്ടം. പാലക്കാട്ടെ RSS കാര്യത്തിൽ 26 വ്യാജ വോട്ടെന്ന ആരോപണവുമായി CPM. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന് കോഴിക്കോടും പാലക്കാടും വോട്ടുണ്ടെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആരോപിച്ചു. 20 ദിവസത്തിനുള്ളിലാണ് വ്യാജ വോട്ട് ചേർത്തതെന്നും BLOമാർക്കെതിരെ കേസെടുക്കണമെന്നുമാണ് CPMന്റെ ആവശ്യം. LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിന്റെ വോട്ട് നിയമാനുസൃതമാണെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. പാലക്കാട്ടെ വോട്ടർ പട്ടിക പുതുക്കണമെന്നും CPM ആവശ്യപ്പെടുന്നു. ഇരട്ട വോട്ടുള്ള വോട്ടർ പട്ടിക വെച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ജനഹിതത്തിനെതിരാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും കളക്ടറും ഇടപെടണം. വോട്ടർ പട്ടികയിൽ ദശാവതാരമാണോ എന്ന് പരിഹസിച്ച കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ BJPയും കോൺഗ്രസും തൃശൂരിലും വടകരയിലും ഇതേ പ്രവർത്തനം നടത്തിയതായി ആരോപിച്ചു. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ 18-ാം തീയതി പ്രക്ഷോഭം നടത്തുമെന്നും AK ബാലൻ ന്യൂസ് 18നോട് പറഞ്ഞു. BJP നേതാവ് C രഘുനാഥിന് പാലക്കാടും കോഴിക്കോടും വോട്ടുണ്ടെന്ന് തെളിയിച്ചാൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാമെന്നായിരുന്നു NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ പ്രതികരണം. ഇരട്ട വോട്ട് തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ്. BJP അനുകൂല വോട്ടുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ CPM ഉപകരണമായി ഉപയോഗിക്കുന്നതായും C കൃഷ്ണകുമാർ ആരോപിച്ചു. LDF സ്ഥാനാർത്ഥി പാലക്കാട് താമസമാക്കിയിട്ട് 3 മാസമേ ആയിട്ടുള്ളൂവെന്നും വോട്ട് ചേർക്കണമെങ്കിൽ 6 മാസം താമസിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. പാലക്കാട് പ്രചാരണത്തിനെത്താൻ വൈകിയതിൽ വിശദീകരണവുമായി ചാണ്ടി ഉമ്മൻ. പ്രിയങ്കാ ഗാന്ധി എന്റെ കുടുംബാംഗമാണെന്നും കുടുംബാംഗം മത്സരിക്കുമ്പോൾ അതിനാണ് പ്രയോറിറ്റിയെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. BJP പാലക്കാട് ചിത്രത്തിലില്ലെന്നും സരിന് ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹം ഉണ്ടാകില്ലെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. PV അൻവറിന് പിന്നിൽ അധോലോക സംഘങ്ങളെന്ന് P ശശി. സർക്കാരിന്റെ നീക്കങ്ങളിൽ ഇവർ അസ്വസ്ഥരാണ്. മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണ് തനിക്ക് നേരെയുള്ള അക്രമമെന്നും P ശശി പറഞ്ഞു. PV അൻവറിനെതിരെ P ശശി ക്രിമിനൽ അപകീർത്തി കേസും ഫയൽ ചെയ്തു. തലശ്ശേരി, കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളിലാണ് ഹർജി നൽകിയത്. കൽപ്പാത്തിയിൽ ദേവരഥ സംഗമത്തിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം ദേവരഥ സംഗമം തുടങ്ങും. കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ തേരുമുട്ടിയിലാണ് ദേവരഥങ്ങൾ സംഗമിക്കുക. കൽപ്പാത്തിയിൽ നിന്ന് G ശ്രീജിത്ത് തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, 3ാം തേരുത്സവത്തിന്റെ ദിവസം, രഥോത്സവത്തിന്റെ സമാപന ദിവസം, ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ രഥ സംഗമത്തിലേക്ക് കടക്കുകയാണോ കൽപ്പാത്തി? തീർച്ചയായും കാത്തിരുന്ന ആ ഒരു രഥസംഗമത്തിന് കൽപ്പാത്തി വേദിയാകുന്നു. അപർണ, ദേവരഥ സംഗമത്തിനാണ് വേദിയാകുന്നത്. വിവിധ ഇടങ്ങളിലേക്ക് രഥപ്രയാണം ഏതാണ്ട് 4:30 തന്നെ ആരംഭിച്ചിരുന്നു. ആ രഥം മടങ്ങി ഏതാണ്ട് 5 രഥങ്ങളുടെ
രഥസംഗമമാണ് നടക്കുക. മന്തക്കര അതിനെ കുറച്ചടുത്തേക്ക് മാറി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് രഥങ്ങൾ എല്ലാം തന്നെ തിരിച്ച് ചാത്തപുരത്ത് നിന്നും പഴയ കൽപ്പാത്തിയിൽ നിന്നും ഒക്കെ പോയ രഥങ്ങൾ തിരിച്ച് ഇവിടേക്ക് ഈ കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിലേക്ക് സമാഗമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. പല തേരുകളും ഏതാണ്ട് എല്ലാ തേരുകളും ഈ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി വളരെ അടുത്തേക്ക് കൂടുതൽ അടുത്തേക്ക് ഇനി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും സൂര്യാസ്തമയം കഴിഞ്ഞതോടുകൂടി ആ രഥസംഗമത്തിന് വേദിയാകുന്ന കാഴ്ചയാണ് വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുന്നിലെ ഈ തേരുകുട്ടി കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആവേശപൂർവ്വം ആയിരങ്ങൾ പതിനായിരങ്ങൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ 3 ദിവസമായി ഈ കൽപ്പാത്തിയിലേക്ക് എത്തി ഈ രഥസംഗമത്തിന്റെ രഥോത്സവത്തിന്റെ ഭാഗമായിരുന്നു. കൽപ്പാത്തി നിവാസികൾ മാത്രമല്ല കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള വിദേശികളാണവരുടെ വലിയൊരു നിര തന്നെയാണ് ഈ കൽപ്പാത്തിയിൽ നമ്മൾ കാണുന്നത്. അത് ഏതാണ്ട് ദേവന്റെ രഥസംഗമത്തോടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ പൂർത്തിയാകുകയാണ്. 7-ാം തീയതി കൊടിയേറ്റ് മുതൽ ഇവിടെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയൊക്കെ വലിയ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പോഴും ഇവിടെ കോട്ടയത്തെ പാലക്കാട്ടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും ഉണ്ട്. അതുകൂടാതെ MP-മാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, VK ശ്രീകണ്ഠൻ MP, ഷാഫി പറമ്പിൽ MP, അങ്ങനെ വിവിധ രാഷ്ട്രീയങ്ങളൊക്കെ തന്നെയും ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു അവസാന നിമിഷങ്ങൾ, രഥോത്സവത്തിന്റെ ഏറ്റവും അവസാന നിമിഷങ്ങൾ ഒരു ഭക്തിയുടെ ആനന്ദത്തിൽ ആറാടി ഭക്തർ നിൽക്കുമ്പോൾ രാഷ്ട്രീയ ചൂടിനിടയ്ക്കും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഈ രഥോത്സവത്തിന്റെ ഭാഗമാകുന്നു. അവർക്കും അങ്ങനെ വിടിഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ രഥോത്സവം എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത്. എന്തായാലും മഹാരഥ സംഗമം, ദേവരഥ സംഗമം, അതിന് ഈ കൽപ്പാത്തി സാക്ഷ്യം വഹിക്കുന്ന വ്യക്തിയാണ് ഈ കൽപ്പാത്തി ഭാരതീയ നമുക്ക് സാധിക്കുന്നത്. ശ്രീജിത്ത്, 1-ാം തേരുത്സവത്തിന് നമ്മളോട് തന്നെ അന്ന് ജനങ്ങൾ പറഞ്ഞതുപോലെ പല ഭാഗത്തു നിന്ന് വരുന്ന ഭക്തജനങ്ങളുണ്ട്. പാലക്കാട് വോട്ടുള്ളവരല്ല. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആദ്യമായിട്ടാണ് കൽപ്പാത്തി രഥോത്സവം കൂടി അതിനൊപ്പം നടക്കുന്നത്. രഥോത്സവം സമയത്ത് വോട്ടെടുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത്രയും വോട്ട് എല്ലാ മുന്നണികൾക്കും നഷ്ടമായി പോയനെ. ഈ രാഷ്ട്രീയവും കൂടെ ചേർന്നുകൊണ്ട് ഭക്തിക്കൊപ്പം പ്രചാരണം കൂടി ശക്തമാക്കിക്കൊണ്ടുള്ള കാഴ്ചകൾ ഈ തുടക്കം മുതലേ കൽപ്പാത്തിയിൽ നിറഞ്ഞു കാണുകയായിരുന്നു. ഇന്നും അതേ കാഴ്ച തന്നെ കാണുന്നുണ്ടോ? എത്രത്തോളം നിർണായകമാകുന്നു? പാലക്കാടിനെ സംബന്ധിച്ചോളം 3 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ വോട്ടെടുപ്പിലേക്ക് കടക്കുമ്പോൾ കൽപ്പാത്തിയിലെ ഈ കാഴ്ചകൾ കൂടി. അപർണ നേരത്തെ സൂചിപ്പിച്ച അതാണ്. അതായത് MP-മാർ VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ, സ്ഥാനാർത്ഥികളായ ടി കൃഷ്ണകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ, അങ്ങനെ എല്ലാവരും കഴിഞ്ഞ തുടക്കം മുതൽ തന്നെ കെ കുമ്മനം രാജശേഖരൻ, അങ്ങനെ CPM-ന്റെ ഈ കൽപ്പാത്തി തെരുവുകളിൽ തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായി ഉണ്ടായിരുന്നത്. ഈ ദേവരഥ സംഗമത്തിലും അവർ അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. 1-ാം ദിവസം കൂടുതലും കൽപ്പാത്തി നിവാസികളാണുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് വോട്ടർമാരെ കാണാനായിരിക്കും അവർ സമയം ചെലവാക്കുക. അവർ കൂടുതൽ സമയം അന്ന് ഒക്കെ ഇവിടെ തന്നെ ചെലവഴിക്കുകയും 1-ാം തേര് വലിക്കുന്നതിലൊക്കെ അവർ പങ്കാളികളായിരുന്നു. 2-ാം ദിവസവും 3-ാം ദിവസവും ഒക്കെ ഇടയ്ക്ക് വന്നു പോവുകയും പല പരിപാടികളും ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഭാഗമാകുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ ദേവരഥ സംഗമ ദിവസവും അതേ കാഴ്ചയാണ് ഈ മണിക്കൂറുകളിൽ കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ വലിയ ആവേശത്തിൽ ആയിരുന്നു ഇവിടെ കൂടി നിന്ന ഭക്തരെല്ലാം. ആ ആവേശത്തിനൊപ്പം ഈ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളും ഒക്കെ പങ്കാളികളാകുന്ന മുഹൂർത്തമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തവണത്തെ കൗതുക കാഴ്ച അതാണ്. പലപ്പോഴും രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ഒന്ന് കണ്ടാൽ, ഒന്ന് മിണ്ടിയാൽ അതിനൊക്കെ പല അർത്ഥങ്ങളും പല വ്യാഖ്യാനങ്ങളും ഒക്കെയുള്ള ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഈ ദേവരഥ സംഗമം ഇതാ കൽപ്പാത്തിയിൽ നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ സംഗമവേദിയിൽ ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥികളും വിവിധ പാലക്കാട് നിയമസഭ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും ഇവിടെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ
ആവേശത്തിൽ തന്നെ ഭക്തജനങ്ങൾ നിറഞ്ഞുകൊണ്ട് കൽപ്പാത്തിയിലെ വീഥികൾ ആ കാഴ്ച കാണുന്നു. ദേവീദേവന്മാരുടെ 6 രഥങ്ങൾ തേരുമുട്ടിയിൽ സംഗമിക്കുകയാണ്. ദേവരഥ സംഗമം, ദേവരഥ പ്രയാണത്തിനു ശേഷമുള്ള ദേവരഥ സംഗമത്തോടുകൂടി 3ാം തേരുത്സവത്തിന്റെ ദിനമായ ഇന്ന് നടക്കുന്ന ദേവരഥ സംഗമത്തോടുകൂടി കൽപ്പാത്തി ഈ വർഷത്തെ രഥോത്സവത്തിനു കൂടി സമാപനം ആവുകയാണ്. ജി ശ്രീജിത്താണ് കൽപ്പാത്തിയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയത്. ശബരിമല നട തുറന്നു. മണ്ഡലകാല പൂജകൾക്കായി ശബരിമല നട തുറന്നു. 4 മണിക്ക് മേൽശാന്തി PN മഹേഷ് നട തുറന്ന് ദീപം തെളിയിച്ചു. നിയുക്ത മേൽശാന്തിമാരെ തന്ത്രി കണ്ഠരര് രാജീവർ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. മേൽശാന്തിമാരുടെ കൈപിടിച്ചാണ് 18ാം പടി കയറ്റി സന്നിധാനത്തിലേക്ക് എത്തിച്ചത്. നാളെ വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാർ ശബരിമല മാളികപ്പുറം നടകൾ തുറക്കും. സജീവ് സി വാര്യർ സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. മണ്ഡലകാലം തുടക്കമായിരിക്കുന്നു. ഇനി ഉള്ള സമയമെല്ലാം ശരണം വിളികളുടെ കാലം തന്നെ. ഭക്തജന തിരക്ക് ഓരോ മണിക്കൂറും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. എന്തെല്ലാം പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഇന്നും നാളെയും ഒക്കെ നടക്കുന്നത് അവിടെ സജീവ് സി വാര്യർ? തീർത്ഥാടക ലക്ഷങ്ങൾ ഒരു വർഷം കാത്തിരുന്ന മണ്ഡല തീർത്ഥാടന കാലം ആരംഭിച്ചിരിക്കുന്നു. വൈകിട്ട് 4 മണിക്കാണ് നട തുറന്നത്. 1 മണി മുതൽ പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ ശബരിമലയിലേക്ക് കടത്തിവിട്ടിരുന്നു. 4 മണിക്ക് PN മഹേഷ് നമ്പൂതിരി ഇപ്പോഴത്തെ മേൽശാന്തിയാണ് നട തുറന്നത്. നട തുറന്ന് ദീപം തെളിയിച്ച ശേഷം ആഴിയിൽ വിളക്ക് ആഴി ജ്വലിപ്പിച്ച ശേഷമാണ് മേൽശാന്തിമാരെ മുകളിലേക്ക്, അതായത് 18ാം പടിയിലേക്ക് കയറ്റിയത്. കൈപിടിച്ച് ആനയിച്ച് സന്നിധാനത്തെത്തിച്ചു. അതിനുശേഷം ഇനി 7 മണിയോട് കൂടിയാണ് അവരെ അഭിഷിക്തരാക്കുന്ന ചടങ്ങുകൾ ഉള്ളത്. മൂലമന്ത്രം ചൊല്ലിക്കൊടുത്തുകൊണ്ട് തന്ത്രിയാണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. കലശം നൽകി മൂലമന്ത്രം ചൊല്ലിക്കൊടുത്ത ശേഷമാണ് മേൽശാന്തിമാരെ അഭിഷിക്തരാക്കുന്നത്. ഈ നിയുക്ത മേൽശാന്തിമാർ അതോടുകൂടി ശബരിമല പുറപ്പെട്ട മേൽശാന്തിമാരായി മാറും. അതിനുശേഷം ഇന്ന് രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി ഇപ്പോഴത്തെ മേൽശാന്തിമാർ 2 പേരും മലയിറങ്ങും. നാളെ രാവിലെ ഇപ്പോഴത്തെ അഭിഷിക്തരാകുന്ന മേൽശാന്തിമാരാണ് നാളെ മുതൽ ഈ എല്ലാ പൂജകൾക്കും നേതൃത്വം നൽകുക. തന്ത്രിയുടെ സാന്നിധ്യത്തിലായിരിക്കും ചടങ്ങുകൾ. തന്ത്രി കണ്ഠരര് രാജീവര് നേതൃത്വം നൽകിയിരുന്നു ഇന്നത്തെ ചടങ്ങുകൾക്ക്. ഇന്ന് പ്രത്യേക പൂജകളൊന്നും തന്നെയില്ല. ദീപാരാധന അടക്കം ഒരു പൂജകളുമില്ല. തുടർച്ചയായ ദർശനമാണ് സാധ്യമാക്കുന്നത്. പ്രത്യേകിച്ചും 1 മണിക്ക് പമ്പയിൽ നിന്ന് പുറപ്പെട്ട തീർത്ഥാടകരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവർ 4 മണിയോട് കൂടി തന്നെ സന്നിധാനത്ത് എത്തിച്ചേർന്നു. അതിനുശേഷം തുടർച്ചയായ ഭക്തജനപ്രവാഹമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രാത്രി 11 വരെ തുടരും. ഇന്ന് 30,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് നൽകിയിരിക്കുന്നത്. അതിനുശേഷം 10,000-ഓളം പേർ ഇനിയും സ്പോട്ട് ബുക്കിങ്ങിനായി നിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 40,000-ഓളം തീർത്ഥാടകർ ഇന്ന് മല ചവിട്ടും, 18ാം പടി കയറും, അയ്യനെ തൊഴും, പിന്നീട് മലയിറങ്ങും. നാളെ വീണ്ടും കൂടുതൽ പേർ എത്തുമെന്നാണ് കരുതുന്നത്. 80,000 പേർക്കാണ് നാളെ മുതൽ ഓരോ ദിവസവും ദർശനത്തിന്റെ പുണ്യനാളുകൾ സമ്മാനിച്ചുകൊണ്ട് ശബരിമല നട തുറന്നു. സജീവ് സി വാര്യർ വിവരങ്ങൾ നൽകിയത്. ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും പരമാവധി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി VN വാസവൻ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർക്ക് അവരുടെ ഭാഷകളിൽ മാർഗനിർദ്ദേശം നൽകുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സുഗമമായ ദർശനത്തിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സന്നിധാനത്ത് സുഗമമായ ദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്ന് ADGP S ശ്രീജിത്ത്. 1 മിനിറ്റിൽ 85 തീർത്ഥാടകരെ കടത്തിവിടാനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുമെന്നും S ശ്രീജിത്ത് വ്യക്തമാക്കി. ശബരിമലയിൽ സേവനത്തിന് ഇത്തവണ ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘവും എത്തി. എരുമേലി, കാളകെട്ടി, പ്ലാപ്പള്ളി, നിലയ്ക്കൽ, പള്ളിയറക്കാവ്, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിലും വിവിധ സ്നാനഘട്ടങ്ങളിലും സ്കൂബ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അഗ്നിരക്ഷാ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ആവശ്യമായ സുരക്ഷാ പരിശോധനകൾ തുടരുമെന്ന് ഡയറക്ടർ ജനറൽ K പത്മകുമാർ IPS അറിയിച്ചു.
കണ്ണൂരിൽ നാടക സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞ് അപകടം. 2 പേർ മരിച്ചു. കേളകം മലയാമ്പടിയിലാണ് അപകടം നടന്നത്. കായംകുളം സ്വദേശി അഞ്ജലി, കരുനാഗപ്പള്ളി സ്വദേശി ജെസി മോഹൻ എന്നിവരാണ് മരിച്ചത്. കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രി നാടകം കഴിഞ്ഞ് കായംകുളത്ത് നിന്ന് ബത്തേരിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപകടം. 14 പേരാണ് നാടക സംഘത്തിലുണ്ടായിരുന്നത്. പരിക്കേറ്റ 9 പേർ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്.